ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. അപ്പോൾ ഫാമിലി ടെയിൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് മൂന്നാർ സീരീസിൻ്റെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എക്കോ പോയിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. മഴ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മഴ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നമുക്ക് രാവിലെ തുടങ്ങിയ സമയത്ത് നിങ്ങൾ മുൻ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ മാടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ നമുക്ക് എന്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, എന്തൊരു തെളിഞ്ഞ സ്കൈ ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും നമുക്ക് എന്ത് പറ്റി, കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മളുള്ളത്. ആ ഒരു സമയമായപ്പോഴേക്കും നമുക്ക് മഴ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴേക്കും നമുക്ക് കാലാവസ്ഥയ്ക്ക് ഇരുണ്ട ഒരു കാലാവസ്ഥയായി. അതിൻ്റെ ഒരു തെളിച്ചമില്ലായ്മ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർമൽഗിരി ഗാർഡനിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അമ്പലവും അതിൻ്റെ ചുറ്റും ഭാഗത്തുള്ള ചായത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ കാർമൽഗിരിയിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് അതിനകത്ത് പ്രവേശിച്ചാലേ മനസ്സിലാവുള്ളൂ. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സാധാരണഗതിയിൽ മൂന്നാറിൽ വരുന്ന ആരും തന്നെ ഇവിടെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്രത്യേകത ഉള്ള ചില സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ സന്ദർശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നാം ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളതെന്ന്. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോഴാണ് ഇതൊരു വർത്ത് 50 രൂപയ്ക്കല്ല, ഒരു 100 രൂപയ്ക്കല്ല, അതിലും എബോവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഗാർഡനിലുള്ള ചെടികളും കാര്യങ്ങളും ഒന്നും അല്ല ഇതിനകത്തുള്ളതെല്ലാം പ്രത്യേകതകളുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മളെ കൺമുൻപിൽ കാണാത്ത തരം സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചോക്ലേറ്റിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെ യൂണിറ്റും കാര്യങ്ങളും അത് ഉണ്ടാക്കുന്ന സ്ഥലവും അത് പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ പുറത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പുറത്തെ ചെത്തി ഒരുക്കി മിനുക്കി നിർത്തിയിട്ടുള്ള പുറം കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഏത് വഴി പോകണം, ഏത് വഴി തിരിഞ്ഞു വരണം എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ വഴി പോകുമ്പോഴും നമുക്ക് ഓരോ സൈഡിലെ കാഴ്ചകളാണ് കാണേണ്ടത്. നമ്മൾ ബേജാറായി അപ്പുറത്തെ കാഴ്ചകളും ഇപ്പുറത്തെ കാഴ്ചകളും എല്ലാം കൂടി കണ്ടു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിമനോഹരമായ ഈ കാഴ്ചകളെല്ലാം നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് വളരെ കുറഞ്ഞ സ്ഥലമാണുള്ളത്. പക്ഷെ ആ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മികച്ച കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ചെടികളുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതൊന്നും അറിയില്ല. ചെടികളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണ്. നമ്മളത്ര അറിയില്ല ഇതിൻ്റെയൊക്കെ പേരുകൾ എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ച അനുഭവം സമ്മാനിക്കാൻ വേണ്ടി ഞാനിതൊക്കെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെയും ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ സംഭവം എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിട്ടോ. ശരിക്കും നല്ലൊരു കാലാവസ്ഥയായിരുന്നെങ്കിൽ ഒന്നുകൂടി മനോഹരമായിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്തെടുക്കാവുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ തന്നെ അത് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് മുൻപിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ ആദ്യം
വർഷങ്ങളായി യൂസ് ചെയ്ത് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാം നമുക്ക് വളരെ നല്ല മികച്ച കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഒരുപാട് പേര് ഇതിനകത്ത് പേരുകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ചെടികൾ ഇതിനകത്ത് ഞാൻ കണ്ടു. പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള അവരവരുടെ ലവേഴ്സിൻ്റെ പേരും മറ്റുള്ള ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ചെടികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി ഇവിടെ കണ്ടു, ഈ വൈറ്റ് ചെടി. ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അതേപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അങ്ങനെ അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും വരെ ഇതിനകത്തുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓറഞ്ച് തോട്ടമുണ്ട്. അവിടെ 2-3 മരത്തിൽ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ ഒരു തോട്ടം, അതായത് സ്ട്രോബെറി തോട്ടം എന്നല്ല, സ്ട്രോബെറിയുടെ തൈകൾ, അതിൽ സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്ന കാഴ്ച, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ വാഴയുടെ പേരറിയോ? ഇതാണ് കല്ലുവാഴ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വലിയൊരു വാഴ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് അതിൻ്റെ വിഷ്വൽ നമുക്ക് അപ്പുറത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കല്ലുവാഴ. കല്ലുവാഴ എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കല്ലുവാഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കല്ലുവാഴയുടെ ഒരു സംഭവം അവിടെ ഉണ്ട്. അത് കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ അത് നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതുതായിട്ടുള്ളത് അവിടെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അതേപോലെ പേരക്ക മരമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ സ്ട്രോബെറി കായ്ച്ചു നിൽക്കുന്നുണ്ട്. സ്ട്രോബെറി മൂത്ത് പഴുത്ത് നിൽക്കുന്നൊരു അവസ്ഥയിലുള്ള സ്ട്രോബെറി കണ്ടു ഞങ്ങളവിടെ. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാർ യാത്രകളിലൊന്നും നമ്മൾ സന്ദർശിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഇത്തരം കാഴ്ചകളൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ ഇനിയും വരാനുള്ളത്. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ കാണുന്നത് കേട്ടോ. പലതരത്തിലുള്ള ചോക്ലേറ്റും കാരമൽ ചോക്ലേറ്റും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് സ്പൈസസൊക്കെ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്പൈസസൊക്കെ ഇവിടെ നല്ല റേറ്റാണ്. പൊതുവേ ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പേസുകളിൽ റേറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സും അങ്ങനെയുള്ള ഒരുപാട് നാച്ചുറൽ പ്രൊഡക്ട്സും കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കായി അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ നിന്ന് മേടിക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ.